ശ്രീ എം ലിജു, ഉദാരവൽക്കരണ ഇന്ത്യയുടെ നായകനാണ് വിട വാങ്ങിയിരിക്കുന്നത്. ധനമന്ത്രി എന്ന നിലയിലും പ്രധാനമന്ത്രി എന്ന നിലയിലും കോൺഗ്രസ് നേതാവ് എന്ന നിലയിലും എങ്ങനെ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നു? ആധുനിക ഇന്ത്യയുടെ ശില്പികളിൽ പ്രമുഖനാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഭാവിയിൽ ഇന്ത്യ ചരിത്രം ഒരു എഴുത്തിലൂടെ രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനം വളരെ വലുതായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല വേണ്ട. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് എല്ലാ കഷ്ടപ്പാടുകളും മാറ്റിവെച്ച് ഇന്ത്യൻ സമ്പദ് വളർച്ചയുടെ പാതയിലേക്ക് എത്തിച്ച ധനമന്ത്രിയും പ്രധാനമന്ത്രിയുമായിരുന്നു അദ്ദേഹം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഏറ്റവും ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മനുഷ്യരെ, ഏകദേശം 30 കോടി ഇത്തരം വരുന്ന മനുഷ്യരെ ദാരിദ്ര്യത്തിൽ നിന്നും ഉയർത്തിയെടുത്ത നയങ്ങൾ അദ്ദേഹത്തിൻ്റെതായിരുന്നു. കൂടാതെ ഇന്ത്യൻ ജനതയ്ക്ക് അവകാശങ്ങളിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ, വിദ്യാഭ്യാസവും തൊഴിലുറപ്പ് നിയമവും വിദ്യാഭ്യാസ അവകാശ നിയമവും ഭക്ഷ്യസുരക്ഷാ നിയമവും ഒക്കെ റൈറ്റ് ബേസ്ഡായി തന്നെ ജനങ്ങളുടെ അവകാശങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നത് അദ്ദേഹമാണ്. ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഒരു സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് തന്നെ അദ്ദേഹം ഇന്ത്യയിലെ ജനങ്ങളെ നോക്കിക്കണ്ടു. അതോടൊപ്പം തന്നെ ലോകവേദികളിൽ ഇന്ത്യയുടെ അഭിമാനമായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ലോകത്തിന് തന്നെ വഴികാട്ടിയായി നിന്ന നയങ്ങൾ അദ്ദേഹത്തിൻ്റെതായിരുന്നു. ഏറ്റവും മഹാനായ നേതാവ്. കോൺഗ്രസിനും രാജ്യത്തിനും ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത നഷ്ടമാണ് ഉണ്ടായത്.